ഇവന്മാരൊരു മറ്റേ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, വർഗീയ കലാപ പ്രശ്നം. ഏത് മനസ്സിലായില്ലേ? നമ്മളെയാണല്ലോ മച്ചമ്പി. ഈ വർഗീയ കലാപത്തിന്റെ സ്ക്രിപ്റ്റെല്ലാം ആക്കിയല്ലോ ഇവര്. എന്നിട്ട് ലാസ്റ്റ് അത് വഴിതിരിച്ചു വിടാൻ വേണ്ടിട്ട് എന്റെ നെഞ്ചത്തോട്ട് എന്റെ വീടിന്റെ മുന്നിൽ കുറച്ച് നായ്ക്കളോ ഒന്ന് കുറച്ചിനല്ലോ, അത് ഞാനും ഈ പോത്തുമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തതെന്നാണ് കുറെ എണ്ണം പറയും. സാഹചര്യങ്ങളാ മനുഷ്യനെ വഴിതെറ്റിക്കുന്നത്. അത് ശരിയാ. പതറിയ മനസ്സുള്ളവർക്ക് ഇങ്ങനെ വൃത്തിയായിട്ട് രീതി ചിന്തിക്കാൻ പറ്റും. അത് ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റ് ചെയ്തെന്ന് ഒരു തെളിവ് കൊണ്ടുതന്നാ 50 ലക്ഷം റിവാർഡ്. ഞാൻ പണം എനിക്കൊരു പ്രശ്നമല്ല. അങ്ങനത്തെ എന്തെങ്കിലും ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തെന്ന് ഒരു ഇത് കാണിച്ചു തന്നാല് ഞാൻ ഇത് നിർത്തിയിട്ട് പോകും. ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് വരുത്തി തീർത്തിട്ട് പുകച്ചു പുറത്തിയായിരിക്കാം. ഇതല്ല ഉദ്ദേശം. ഇനി ഒരു സെക്കൻഡ് ഞാൻ എടുക്കൂല. ഇവരൊന്നായിട്ട് ഈ പോത്തുമായിട്ടോ അവന്റെ കൂട്ടത്തിലുള്ളവരായിട്ടോ ഒരാളായിട്ട് ഒരു കോണ്ടാക്ട് എനിക്കില്ല. ഞാൻ ഇത് പറയുന്ന കളവാണെങ്കിൽ എന്റെ എന്തെങ്കിലും ആയിപ്പോട്ടെ, ഇവിടെ ആരെങ്കിലും മരിച്ചോട്ടെ. ഞാൻ പറഞ്ഞത് സത്യം അല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപോട്ടെ. ഈ ജന്മം എനിക്കത് തരാൻ പറ്റുമെന്ന് തോന്നണില്ല. എന്നിട്ട് അത് എന്റെ പേരിലിടുന്നടാ. എന്നിട്ട് ലാസ്റ്റ് ഞാനും സ്ക്രിപ്റ്റാ, ഞാനും ഓനും തമ്മിലുള്ള സ്ക്രിപ്റ്റാന്നല്ല അടിച്ചിറക്കിയേ. വിഷയത്തുനിന്ന് ആൾക്കാരെ മറക്കാൻ വേണ്ടിട്ട് പുതിയ ട്രിക്കും കൊണ്ട് ഇറങ്ങി. ഈ കേസിന്റെ ഗൗരവം അറിയോടാ നിനക്ക്? ഈ കേസിൽ അവന്റെ കൂടെ നിന്നെയും ഇവനെയും പ്രതി ചേർത്താൽ 2 കൊല്ലം അകത്താ. ഞാൻ പോകുന്നു.